പേപ്പറിന്റെ മാർക്കൊക്കെ കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് വരുന്നില്ലേ? നിങ്ങളെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നില്ലേ അതിന്റെ സീരീസ് എല്ലാരെയും മാർക്ക്? ഐ മീൻ ഓരോ സ്റ്റാഫിന്റെയും ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് ഇന്നലെ അവിഞ്ഞാട്ടാ നോക്കി, ഇന്നലെ കണ്ടിട്ടില്ല. നോക്കട്ടെ. ഇന്ന് കയ്യെ നോക്കിയേ, ക്ലാസ് ചെയ്ത് നോക്കിയേ. ആ അസൈൻമെന്റ് പറഞ്ഞതൊന്ന് എഴുതി വെച്ചേക്കണേ, മറക്കാതെ. അപ്പൊ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയത് മെഷർമെന്റ് ഓഫ് പ്രഷർ നോക്കി, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ നോക്കി അല്ലേ? നോക്കുന്നത് മെഷർമെന്റ് ഓഫ് ഫ്ലോ വെലോസിറ്റി. ഫ്ലോ വെലോസിറ്റി കറസ്പോണ്ടിങ്ങിന് മാക്സിമം. ഫ്ലോ വെലോസിറ്റി കിട്ടിയാൽ പിന്നെ നമുക്ക് കറസ്പോണ്ടിങ്ങിന് ടെമ്പറേച്ചർ ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ചു. വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് മാക്സിമം കണ്ടുപിടിക്കാം. ടെമ്പറേച്ചർ ഇട്ട് എന്തുപിടിക്കും? വെലോസിറ്റി സൗണ്ട് കിട്ടും. ഫ്ലോ വെലോസിറ്റി കിട്ടിയ കറസ്പോണ്ടിങ്ങിന് മാക് നമ്പർ കണ്ടുപിടിക്കും. ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് നോക്കുന്നത്. ഇത് ജനറൽ ആയിട്ട് പറഞ്ഞാണ്. ഒരു കംപ്രസിബിൾ ഫ്ലോ, ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ കേസിൽ ഇതേ മെത്തേഡിലാണ് എന്ത് കംപ്രസിബിൾ ഫ്ലോന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ നോർമലി എന്ത് വിളിച്ചാണ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ? പിറ്റ്വേർഡ് ട്യൂബ് ആണ് അല്ലെ? നമ്മൾ പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ യൂഷ്വലി ഫ്ലൂയിഡിലൊക്കെ പഠിക്കുന്നത്. അതേ മെത്തേഡിൽ തന്നെയാണ് എന്ത് ചെയ്യണേ ഇവിടെയും ചെയ്യണേ. നമ്മൾ ലാസ്റ്റ് പ്രഷർ മെഷർ ചെയ്യാൻ എടുത്തില്ലേ, അതേ ഡിവൈസ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബിൽ നമുക്ക് ഡയറക്ട്ലി എന്ത് കണ്ടുപിടിക്കാം? സ്റ്റാഗ്നേഷനും സ്റ്റാറ്റിക്കും കണ്ടുപിടിക്കാം. നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ പോലും ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യണത്. നമുക്ക് ആവശ്യമില്ല, നമുക്ക് ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കംപ്രസിബിൾ ഫ്ലോ മാത്രമാണ്. ജനറൽ ആയിട്ടുള്ള ഐഡിയക്ക് വേണ്ടി പറയുന്നതല്ലേ. ഓക്കെ, സോ ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ കേസിൽ ഒരു പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ഉപയോഗിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബെർണോളിസ് ഇക്വേഷൻ ആണ്. ഓക്കെ, P0 - P is equal to rho V square by 2. ബെർണോളിസ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ഇൻകംപ്രസിബിൾ ഫ്ലോ. ഇതിനകത്ത് എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിച്ചു, സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിച്ചു. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം. അതാണ് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു പ്രോബ് ഇൻസേർട്ട് ചെയ്ത്, ആ പ്രോബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ ഫ്ലോന്റെ ഡയറക്ഷന് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യും. ചെറിയ എറർ ഫാക്ടേഴ്സ് ആയിട്ട് വരും. ആ എറർ ഫാക്ടേഴ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡയറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യും. P0 - P is equal to K into rho V square by 2. ഇക്വേഷൻ എഴുതി P0 ഉം P യും കണ്ടുപിടിച്ചാൽ സ്റ്റാഗ്നേഷൻ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിച്ചിട്ട് Kന്റെ വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് വരുന്നതനുസരിച്ചിട്ട് ആക്യുറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 0.995 അല്ലെങ്കിൽ 1.002 ആ റേഞ്ചിലാണ് വാല്യൂ വരും. അത് നമുക്ക് എന്ത് അടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കും. ഇത് കംപ്രസിബിൾ ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ കേസ്. ഇനി കംപ്രസിബിൾ ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മൾ സബ്സോണിക് ഫ്ലോ കൺസിഡർ ചെയ്യണം. ഓക്കെ, സബ്സോണിക് ഫ്ലോയിൽ ചെയ്യുന്നത് സെയിം പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബ് വെച്ചിട്ട് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷറും, പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്താ സൈമൾട്ടേനിയസ് ആയിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും കണ്ടുപിടിക്കാൻ ഡിവൈസ് ആണ്. റൈറ്റ്, സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഡിവൈസ് ആണ് പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബ്. ലാസ്റ്റ് ക്ലാസ്സിൽ മെഷർമെന്റ് ഓഫ് പ്രഷറിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്ത് ചെയ്യും? പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്തിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കും, സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കും. ഇനി കംപ്രസിബിൾ ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബെർണോളിസ് ഇക്വേഷൻ ഉണ്ട്. കംപ്രസിബിൾ ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ട് ബെർണോളിസ് ഇക്വേഷൻ അതാണ് എഴുതിയേക്കുന്നത്. ഗാമ ബൈ ഗാമ -1 ഇൻറ്റു പി ബൈ റോ പ്ലസ് വി സ്ക്വയർ ബൈ. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫോം മാത്രമേ അറിയണ്ടൂ, അതിന്റെ ഡീറ്റെയിൽഡ് ഒന്നും അറിയണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫോം മാത്രമേ അറിയണ്ടൂ. ഗാമ ബൈ ഗാമ -1 ഇൻറ്റു പി ബൈ റോ പ്ലസ് വി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ഗാമ ബൈ ഗാമ -1 ഇൻറ്റു P0 by rho 0. സ്റ്റാറ്റിക് പ്രഷർ സ്റ്റാഗ്നേഷൻ പ്രഷർ. അപ്പോൾ പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? പിറ്റ്വേർഡ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്തിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കും, സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കും സൈമൾട്ടേനിയസ് ആയിട്ട്. എന്നിട്ടോ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കും, ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കും. ഓക്കെ, സോ വിന്റെ ഇക്വേഷനിൽ എഴുതിയ V is equal to 2 gamma divided by gamma -1 into P0 by rho 0 minus P by rho all raised to half. ഓക്കെ, ഇത് വരുന്നത് സബ്സോണിക് ഫ്ലോന്റെ കേസാണ്. ഓക്കെ, കംപ്രസിബിൾ ഫ്ലോയില് സബ്സോണിക് ഫ്ലോന്റെ കേസ്. ഇനി ഇതേ സാധനം സൂപ്പർ സോണിക് ഫ്ലോയിൽ വരുമ്പോൾ ചെറിയ ഡീവിയേഷൻ ഉണ്ട്.
ഓക്കെ. സൂപ്പർസോണിക് ഫ്ലോയിൽ വരുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ യൂസ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, ഈ ജനറൽ ഇക്വേഷൻ ഇത് എല്ലാ കംപ്രസിബിൾ ഫ്ലോയിലും ജനറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ പെർണോളിസ് ഇക്വേഷൻ അത് സബ്സോണിക് ആയാലും സൂപ്പർസോണിക് ആയാലും. പക്ഷെ സൂപ്പർസോണിക്കിന്റെ കേസിൽ ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ മെജോറിറ്റി സൂപ്പർസോണിക് ഫ്ലോയുടെ കേസിലും ഒരു ഷോക്ക് ക്രിയേറ്റ് ആവും. ഓക്കെ, നമ്മൾ എടുക്കുമ്പോൾ ഒരു ഫ്ലൂയിഡ് നമ്മൾ പിറ്റോസ്റ്റാറ്റിക് ട്യൂബ് പറഞ്ഞില്ലേ, പിറ്റോസ്റ്റാറ്റിക് ട്യൂബിൽ മെഷർമെന്റ് എടുക്കുമ്പോൾ പ്രോബിന് ഫ്രണ്ടിലായിട്ട് എന്ത് ചെയ്യും, ഒരു ഷോക്ക് ക്രിയേറ്റഡ് ആവും. ഈ ഷോക്ക് വേവ് ക്രിയേറ്റഡ് ആയത് എടുക്കുന്ന റീഡിങ്സിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, റീഡിങ്സിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങും. അന്നേരം ആ സ്റ്റാഗ്നേഷൻ പ്രഷർ കാണിക്കുന്നത്, ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ കാണിക്കുന്നത് എപ്പോഴും അപ്സ്ട്രീം കണ്ടീഷനിൽ മെഷർമെന്റ് ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഈ ഒരു കേസിൽ ഓക്കെ ഇതുപോലെ ഒരു പിറ്റോസ്റ്റാറ്റിക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, സ്റ്റാറ്റിക് പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ നമുക്ക് ഈ ഒരു മെഷർമെന്റ് എടുത്തു. ഈ ഒരു മെഷർമെന്റ് എടുത്താൽ നമ്മൾ പിറ്റോസ്റ്റാറ്റിക് ട്യൂബിൽ വരുന്ന സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും ഷോക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഡൗൺ സ്ട്രീം കണ്ടീഷനിലെ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഷോക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഡൗൺ സ്ട്രീം കണ്ടീഷനിലെ പ്രഷർ ആയിരിക്കും. ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റിക് പ്രഷർ ഇത് ഇങ്ങനെ ഒരു സൂപ്പർസോണിക് ഫ്ലോന്റെ കേസിൽ ഡയറക്ട്ലി സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്തെടുക്കുന്ന ഡിവൈസ് നടക്കൂല ഈ ഒറ്റ ഡിവൈസ് വെച്ചിട്ട് സൂപ്പർസോണിക് ഫ്ലോയിൽ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഈ ഷോക്കിന് ബിഫോർ ആയിട്ട്, ഓക്കെ, ഷോക്കിന് ബിഫോർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒറിഫൈസ് അറ്റാച്ച്മെന്റ്, നമ്മൾ വെറും സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് കണ്ടിട്ടുണ്ട്. ഒരു ഒറിഫൈസ് അറ്റാച്ച്മെന്റ് വെച്ചിട്ട് ഒറിഫൈസിന് ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കുന്ന മെത്തേഡ് ഉണ്ട്, സ്റ്റാറ്റിക് പ്രഷർ മാത്രമാണ്. ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യും, സ്റ്റാറ്റിക് പ്രഷർ സെപ്പറേറ്റും ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ സെപ്പറേറ്റും ആയിരിക്കും. ഓക്കെ, അങ്ങനെ പറയുന്ന ഈ മെത്തഡോളജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ സബ്സോണിക് ഫ്ലോന്റെ കേസിൽ പറഞ്ഞ മെത്തഡോളജി ഡയറക്ട്ലി പിറ്റോസ്റ്റാറ്റിക് ട്യൂബ് വെച്ചിട്ട് P0 പിയും കണ്ടുപിടിച്ച് സ്റ്റാഗ്നേഷൻ പ്രഷർ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിച്ചിട്ട് ബെർണോളിസ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സൂപ്പർസോണിക് ഫ്ലോന്റെ കേസിൽ. അപ്പൊ ആ കേസിൽ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ എന്ത് ചെയ്യും, ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ പിറ്റോസ്റ്റാറ്റിക് ട്യൂബ് വെച്ച് നോക്കും, സ്റ്റാറ്റിക് പ്രഷർ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയും. സ്റ്റാറ്റിക് പ്രഷർ എപ്പോഴും അപ്സ്ട്രീം ഓഫ് ദ ഷോക്കിന്റെ എടുക്കും. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ ഡൗൺ സ്ട്രീം ആയിട്ട് ഷോക്ക് കഴിഞ്ഞിട്ട് വരുന്നത് ആണ്. ഇത് ആ പ്രഷർ പറയുമ്പോൾ നമ്മൾ ആ പോർഷനിൽ എടുക്കേണ്ടതായിരുന്നു. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാന്നുള്ളതുകൊണ്ട് ആ പോർഷനിൽ പറയാനാണ്. ഓക്കെ, പിറ്റോ ട്യൂബ് സൂപ്പർസോണിക് ഫ്ലോന്റെ കേസിൽ ഇതുവഴി ഡയറക്ട്ലി നമുക്ക് മാക് നമ്പർ ഫ്ലോ മാക് നമ്പർ കൂടി കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ഇതിൽ പറയുന്നത്. ഇനീഷ്യലി സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. ഒരു ഒറിഫൈ ഹോൾ ഡ്രിൽ ചെയ്ത് നമ്മൾ നോർമൽ മെത്തേഡിൽ. ഓക്കെ, അതുപോലെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ത് വെച്ച് കണ്ടുപിടിക്കാം, ഈ ഒരു ഡിവൈസ് വെച്ച് പിറ്റോസ്റ്റാറ്റിക് ട്യൂബ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കും. ഇത് രണ്ടും കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മൾ നേരത്തെ ചെയ്ത ബെർണോളിസ് ഇക്വേഷൻ ഉണ്ടല്ലോ അതിലേക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. പക്ഷെ എടുക്കുന്ന എങ്ങനെയാ, ആദ്യത്തെ കേസ് സബ്സോണിക് ഫ്ലോന്റെ കേസിൽ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും എടുത്തിട്ടാണ് P0 പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ സൂപ്പർസോണിക് ഫ്ലോന്റെ കേസിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഡിവൈസ് സ്റ്റാറ്റിക് പ്രഷർ എടുക്കാനും ഒരു ഡിവൈസ് സ്റ്റാഗ്നേഷൻ എടുക്കാനും എടുത്തിട്ട് ഇക്വേഷൻ കോമൺ ആണ്. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കും. ഓക്കെ, ആക്ച്വലി ആ ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുക്കാം. ജനറൽ ആയിട്ടുള്ള കേസിൽ കംപ്രസിബിൾ ഫ്ലോന്റെ കേസിൽ നമ്മൾ എഴുതിയ ബെർണോളിസ് ഇക്വേഷൻ ഫസ്റ്റ് സബ്സോണിക് ഫ്ലോന്റെ കേസിൽ P0 P വെച്ച് ഒന്നുകിൽ ആ മെത്തേഡ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കുന്ന വാല്യൂസിനെ അതിലേക്ക് കണക്ട് ചെയ്യാം, P0യും Pയും. അല്ലാന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്ന P02 അതായത് ഡൗൺ സ്ട്രീം കണ്ടീഷനിലെ സ്റ്റാഗ്നേഷനും അപ്സ്ട്രീം കണ്ടീഷനിലെ സ്റ്റാറ്റിക്കും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് റിലേഷൻ ഉണ്ട്. ഷോക്കിന്റെ കേസിൽ നോർമൽ ഷോക്കിന്റെ കേസിൽ നമുക്ക് എന്തുണ്ട്, റിലേഷൻ ഉണ്ട്. നമ്മൾ മുന്നേ നോർമൽ ഷോക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും തമ്മിലെ റിലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ റിലേഷൻ ആണ് ഇത്. ഗാമ +1/2 m1² ഓൾ റേസ് ടു ഗാമ ബൈ ഗാമ -1 ഡിവൈഡ് ബൈ
2 gamma divided by gamma plus 1 m1 square minus gamma minus 1 divided by gamma plus 1 all raised to 1 by gamma minus 1 ഉള്ളത്. ഈ റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് P02 അറിയാം, P1 അറിയാം. ഇത് വെച്ച് നമ്മൾ M1 വാല്യൂ കണ്ടുപിടിക്കും. അതായത് ഷോക്കിന് പ്രയോർ ആയിട്ടുള്ള അപ്സ്ട്രീം കണ്ടീഷനിലെ മാഗ്നം. ഓക്കെ, M1 എന്ന് പറയുന്നത് ഷോക്കിന് പ്രയോർ അല്ലേ, ഷോക്കിന് മുൻപേ അല്ലേ, ബിഫോർ ഷോക്കിനുള്ള മാക് നമ്പർ. ഈ റിലേഷൻ വെച്ച് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ കണ്ടുപിടിക്കും. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പിറ്റ്യൂട്ട് ട്യൂബ് കണ്ടുപിടിച്ചു. പിന്റോസ്റ്റാറ്റിക് ട്യൂബ് വെച്ച് സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിച്ചു. സ്റ്റാറ്റിക് പ്രഷർ ജനറൽ ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് ഒറിഫൈസ് റിലേഷന്റെ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇത് രണ്ടും കണ്ടുപിടിച്ച് ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് അപ്സ്ട്രീം കണ്ടീഷനിലുള്ള മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്സ്ട്രീം കണ്ടീഷനിലെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ മാക് നമ്പർ കിട്ടി. അതുപോലെ ഒരു സിസ്റ്റം വെച്ച് നമ്മൾ നോർമലി സ്റ്റാറ്റിക് ടെമ്പറേച്ചറിൽ അറിയാം, നമുക്ക് അപ്സ്ട്രീം ഷോക്കിൽ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട് അല്ലെ. ആ മെത്തേഡ്സ് വെച്ചിട്ട് T1 കിട്ടി കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് ഗാമ ആർ T1 വെച്ചിട്ട്. ഓക്കെ, A1 കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് ഗാമ ആർ T1 വെച്ചിട്ട്. ഓക്കെ, ഈ ഗ്യാസ് വെലോസിറ്റി ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ മെയിൻ എയിം എന്താ? വെലോസിറ്റി ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഗ്യാസ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പൊ മാക് നമ്പർ M1 നമുക്കറിയാം, A1 നമുക്കറിയാം. ഓക്കെ, ടെമ്പറേച്ചർ കണ്ടുപിടിച്ച A1 കിട്ടി, M1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. M1 into A1 വെച്ച് നമുക്ക് എന്ത് കിട്ടും? ഫ്ലോ വെലോസിറ്റി കിട്ടും. ഓക്കെ, ദിസ് ഇസ് അനദർ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ കേസ് ഓഫ് സൂപ്പർസോണിക് ഫ്ലോ. ഓക്കെ, സബ്സോണിക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പിറ്റോസ്റ്റാറ്റിക് ട്യൂബ് വെച്ചിട്ട് P0 P1 സ്റ്റാഗ്നേഷൻ സ്റ്റാറ്റിക്കും ഡയറക്ട്ലി കിട്ടും. ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കാം. സൂപ്പർസോണിക് ഫ്ലോന്റെ കേസ് എന്താ? സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം സ്റ്റാഗ്നേഷൻ സ്റ്റാറ്റിക്കും. എന്നിട്ട് ഒന്നുകിൽ ആ ജനറൽ ഇക്വേഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ മാക് നമ്പറിന്റെ ഇക്വേഷനിലേക്ക് കണ്ടുപിടിച്ച് അപ്സ്ട്രീം കണ്ടീഷനിലെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വെലോസിറ്റി ഓഫ് ടെമ്പറേച്ചർ, വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് ഗ്യാസ് വെലോസിറ്റി, മാക് നമ്പറും വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേഷൻ യൂസ് ചെയ്തിട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കും. ഓക്കെ, പിറ്റോസ്റ്റാറ്റിക് ട്യൂബിന്റെ മെഷർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് ഫ്ലോന്റെ കേസിലായപ്പോലും ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള മിസ്അലൈൻമെന്റ് ഉണ്ടായപ്പോലും അധികം ആക്യുറസി എറർ കുറവായിരിക്കും, അല്ല സോറി എറർ വാല്യൂ കുറവായിരിക്കും. സോ ആക്യുറസി പ്രോപ്പർ ആയിട്ടുള്ള ആക്യുറേറ്റ് മെഷർമെന്റ് കിട്ടും എവിടെ? വെലോസിറ്റി മെഷർമെന്റ് കേസ്. അത് പിറ്റോസ്റ്റാറ്റിക് ട്യൂബിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ മെഷർമെന്റ് ഓഫ് വെലോസിറ്റി നടത്തിയൊക്കെ ഒരു സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലേക്ക് കൊണ്ടിരുന്ന മെത്തേഡിലാണ്, അതായത് വെലോസിറ്റിനെ ഡൗൺ ചെയ്ത് കൊണ്ടിരുന്ന വന്നിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡിലാണ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. അതായത് ഒരു ഹീറ്റഡ് കോയിലിനെ കൂളിംഗ് ചെയ്യുന്ന റേറ്റ് ഓഫ് കൂളിംഗ് വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, റേറ്റ് ഓഫ് കൂളിംഗ് വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അതിന് ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് ക്ലിയർ ആണ്? ആദ്യം പറഞ്ഞ മെത്തേഡ് ഓക്കെ ആണോ? പറയുന്നത് കേൾക്കണ്ടോ? ഹലോ, എടോ, ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ചോദിച്ചിട്ട് മറുപടി ഇല്ലല്ലോ. സാർ കേൾക്കുന്നുണ്ട് സാർ. ഞാനെന്താണെന്ന് ചോദിച്ചത് ക്ലാസ്സിൽ? എന്ത് ഞാൻ ചോദിച്ചത് ലാസ്റ്റ്? ഞാനെന്താ ലാസ്റ്റ് ചോദിച്ചത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താ ചോദിച്ചില്ലേ? എന്താ ചോദിച്ചിനി? ക്ലാസ് കേട്ടിനകത്തു ലാസ്റ്റ് കട്ടാവാനാ? ഇങ്ങനെ കട്ടായിട്ടാണ്.
നീ എന്തൊക്കെയാ കേട്ടത്? കേട്ട കാര്യം എന്ന് പറഞ്ഞു എന്തു എന്തൊക്കെയാ കേട്ടെ ഫസ്റ്റ്? ജനറൽ ആയിട്ട് ഞാൻ ഇത്രയും നേരം എന്താ പറഞ്ഞെന്ന് പറഞ്ഞേ? അല്ല കൊറേ കേട്ടു. അല്ല എന്താ കേട്ടെ? ജനറൽ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഒരു പോയിന്റ്. ഒന്നും മനസ്സിലായില്ല. ഞാൻ എന്തിനെ പറ്റി ഇത്രയും നേരം സംസാരിച്ചോണ്ടെന്ന്? ഏറ്റവും ബ്രോഡ് ടോപ്പിക് എന്താ എടുത്തോണ്ടെന്ന് അതെങ്കിലും മനസ്സിലായില്ല. അനന്തു അബിൻ ജോഷി ഉണ്ട് ക്ലാസ്സില്? അബിൻ ജോഷി, അബിൻ അബിൻ അബിനെ എന്താ ഇപ്പൊ ക്ലാസ്സിൽ എടുത്തോണ്ടെന്ന ടോപ്പിക്കും? മാക് നമ്പറോ? അല്ല എന്ത് പാരാമീറ്ററിന്റെ മെഷർമെന്റ് എടുത്തോണ്ടത് നീ? ഞാൻ ഏത് പാരാമീറ്ററിന്റെ മെഷർമെന്റാ പറഞ്ഞോണ്ടിരിക്കണേ? അതറിയില്ലേ അബിനെ? എന്ത് പാരാമീറ്റർ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കണേ? ഫ്ലോയാ? അരെ ഫ്ലോന്റെ ഏത് പാരാമീറ്റർ? ഫ്ലോ പാരാമീറ്റർ ഏതാണ്? ഇവിടെ ഫ്ലോന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? എന്ത് പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്ന കാര്യം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കണേ? വെലോസിറ്റി അതാണ് ചോദിച്ചുകൊണ്ടിരിക്കണേ. നമ്മളെ മനസ്സിലാകുന്നില്ലേ മനസ്സിലാകാന്ന് പറയാം, ഒരു പ്രശ്നവുമില്ല, കൂടായിട്ട് പറയാം. പക്ഷെ ക്ലാസ് എടുക്കും, ക്ലാസ് ശ്രദ്ധിക്കാൻ നോക്കും. ഓണാക്കി വെച്ചിട്ട് പോകുന്ന പരിപാടി എടുക്കല്ലേ. കുറെ ആൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തിരിയുന്നുണ്ട്. ഓണാക്കി വെച്ചിട്ട് നിങ്ങളെ പണിക്ക് പോകുന്ന പരിപാടി എടുക്കല്ല. മനസ്സിലാകുന്നേ ചോദിച്ചു, ഒരു കുഴപ്പമില്ല. ഓക്കെ, അവർ മെത്തേഡിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകല്ല. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞത് സ്റ്റാഗ്നേഷൻ മെത്തേഡ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ് ഫ്ലോ വെലോസിറ്റി. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ബേസിക് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അനേമോമീറ്റർ എന്ന് പറയുന്നത്. ഫ്ലോ വെലോസിറ്റി, ഗ്യാസ് വെലോസിറ്റി മെഷർ ചെയ്യാൻ. പിന്നെ അത് നടക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് വയറിന് ഒരു ഹീറ്റഡ് വയറുണ്ടാവും, അതിന്റെ മുകളിലൂടെ വെലോസിറ്റി ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൺവെക്റ്റീവ് മെത്തേഡ് ഈ വയറിന്ന് ഹീറ്റ് എടുക്കും. ഓക്കെ, വയറിന്ന് ഹീറ്റ് ചെയ്തിലേക്കും ആ ഫ്ലോ ചെയ്യുന്ന വീട്ടിലേക്ക് പോകും. അപ്പൊ ഇതിലേക്ക് എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും എന്നുള്ളത് നമ്മൾ കൺവെക്ഷനെ ബേസ് ചെയ്യുന്ന എന്താ? ഒരു കൺവെക്ഷൻ, നാച്ചുറൽ കൺവെക്ഷൻ ആയാലും പോസിറ്റീവ് കൺവെക്ഷൻ ആയാലും നമ്മൾ പറയുന്നത് എന്തിന്റെ ബേസിലാണ്? നമ്മുടെ ഫ്ലോ വെലോസിറ്റി മാറുന്നതിനനുസരിച്ചല്ല, എത്രത്തോളം സ്പീഡിലാണ് വരുന്നത് എത്രത്തോളം ഹീറ്റ് ക്യാരി പറയും. അപ്പൊ ആ കൂളിംഗ് റേറ്റ്, ഒരു ഹോട്ട് വയറിന്റെ കൂളിംഗ് റേറ്റ് വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് എന്ത്? ആ ഒരു മെത്തേഡാണ് എന്ത്? അനിമോമീറ്ററിലാണ്. ഹോട്ട് വയർ അനിമോമീറ്റർ. ഓക്കെ, സോ ഇനീഷ്യലി ഹോട്ട് വയർ അനിമോമീറ്റർ വേഴ്സറ്റൈൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ കംപ്രസബിൾ ഫ്ലോ ലേസ്. ഒരു ഇലക്ട്രിക്കലി എന്താ, ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള വയറാണ്. ഓക്കെ, ഡയമീറ്റർ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് വെരി ഹൈ ആയിട്ടുള്ള അത്രയും തിന്നായിട്ടുള്ള ഒരു ടൈനി വയർ. ഓക്കെ, അത് ഇവിടെ ഫ്ലോ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഡയമീറ്റർ എന്ന് പറയുന്നത് 0.005 mm ആയിരിക്കും. അപ്പൊ രണ്ട് സപ്പോർട്ടിന് ഇൻബിറ്റ്വീൻ ആയിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ വെക്കും, അതിന് ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യും. അതായത് കറണ്ട് പാസ് ചെയ്യും, ഈ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജൂൾ എഫക്ട് നമുക്ക് അറിയാവുന്നതാണ്, I²RT അറിയാവുന്നതാണ് അല്ലെ? അത് വെച്ചിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ,
ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അതിന്റെ മുകളിലോട്ട് എന്ത് നമ്മളെ മെഷർ ചെയ്യേണ്ട ഫ്ലോ ഫീൽഡ് പാസ് ചെയ്യും. ഓക്കെ, ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യേണ്ട ഏതാണോ ഫ്ലൂയിഡ് അത് പാസ് ചെയ്യും. ഓക്കെ, ഓൾവേസ് ഈ വയർ അറേഞ്ച് ചെയ്യുന്ന വെച്ചാൽ വയറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോ ഡയറക്ഷനെ ഫേസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും എന്തുണ്ടാവുക നമ്മളെ വയർ അറേഞ്ച് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഈ ഗ്യാസ് വയറിന്റെ മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തോ ഇതിനെ ഹൈ ടെമ്പറേച്ചറിലുള്ള വയറിനെ ടൈനി വയർ ഹൈ ടെമ്പറേച്ചറിലുള്ള ടൈനി വയർ എന്ത് ചെയ്യും, ലോ ഡൗൺ ചെയ്യും, ടെമ്പറേച്ചർ ലോവർ ആകും. എങ്ങനെ? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും വയറിന് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിലേക്ക് അല്ലെ. കൺവെക്ഷൻ നമ്മൾ HMD പഠിച്ചില്ലല്ലേ, ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് ഒരു സോളിഡ് മീഡിയത്തിൽ ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് ഗ്യാസ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എവിടെ? കൺവെക്ഷൻ പ്രോസസ്സിലേക്ക്. അതിൽ നാച്ചുറൽ കൺവെക്ഷൻ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ബേസ് പാരാമീറ്റർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? നാച്ചുറൽ കൺവെക്ഷന് ഓട്ടോമാറ്റിക്കലി വരുന്നത് ഫോഴ്സ്ഡ് കൺവെക്ഷന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്, എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കും. സോ വെലോസിറ്റിക്ക് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്തിന് ഡിപ്പെൻഡന്റ് ആയിരിക്കും? നമ്മളെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിക്ക് ഡിപ്പെൻഡന്റ് ആയിരിക്കും. സപ്പോസ് ഹയർ വെലോസിറ്റിയിലാണ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ജനറലി ഇത് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഫ്ലോ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താവും, ടേക്ക് ഓവർ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് പറയും. ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വയറിന്റെ റെസിസ്റ്റൻസ് വാരി ചെയ്തുകൊടുക്കും. ഓക്കെ, റെസിസ്റ്റൻസ് വാരി, ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുന്ന വയറിന്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും, അല്ലെ അതിലൂടെ പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വാരി ചെയ്യുമ്പോൾ അതിന് പാസ് ചെയ്യുന്ന കറണ്ട് വാരി ചെയ്യും. ഓക്കെ, ഇതിന്റെയൊക്കെ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇത് തമ്മിൽ ഈ കറണ്ട് റെസിസ്റ്റൻസ് വാരി ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ ഇതും തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കുന്നുള്ളൂ, ഫ്ലോ വെലോസിറ്റി തമ്മിൽ. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസ് ഫ്ലോന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഹോട്ട് വെയർ അനിമോമീറ്ററിന്റെ ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനീഷ്യലി നമ്മൾ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ ഉണ്ടാവും T0, ദെൻ ആ T0 കറസ്പോണ്ടിങ് ആയിട്ട് റെഫറൻസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് ഒരു ടെമ്പറേച്ചർ ഒരു ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ΔT ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് വേരിയേഷൻ എന്ന് പറയുന്നത് R=R0 × 1 + ആൽഫ ΔT. ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, R=R0 × 1 + ആൽഫ ΔT. ഇത് ജനറൽ മെത്തേഡ് പറയുന്നതാണ്. ഇനി അനിമോമീറ്ററിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് പറയാം. ഇത് അതിന്റെ ജനറൽ മെത്തേഡ് പറയുന്നതാണ് R=R0 × 1 + ആൽഫ ΔT എന്ന് പറയും. ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഇലക്ട്രിക്കൽ ഡിസ്റ്റൻസിന്. ഇനി അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മള് ഡയറക്ട്ലി പവർ ലോ, അതായത് ജൂൾസ് ലോ വരുന്ന I²RT എന്നുള്ള ടേം വരുന്നത് Q=I²R. ഓക്കെ, Q=I²R എന്നുള്ളത്. ഇനി I²R അതിന്റെ റിലേഷൻ ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ജനറൽ റിലേഷൻ ഉണ്ടാക്കി വെക്കുകയാണ്. I²R C1 + C2 √V × TW - TG. ഓക്കെ, I²R C1 + C2 √V × TW - TG. √V എന്താ? V എന്ന് പറയുന്ന ഫ്ലോ വെലോസിറ്റി ആണ്. TG is the gas temperature, TW എന്ന് പറഞ്ഞാൽ വയർ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ പറയുന്ന പേരാണ് എന്ത്, കിങ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫർദർ ഇലക്ട്രിക്കൽ റിലേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കും. ഇതാണ് എന്ത്, ഒരു ഹോട്ട് വെയർ അനിമോമീറ്ററിന്റെ ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഈ ഹോട്ട് വെയർ അനിമോമീറ്ററിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് അനിമോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഹോട്ട് വെയർ അനിമോമീറ്ററിന്റെ കേസിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് അനിമോമീറ്റർ ഉണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെത്തേഡ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അനിമോമീറ്റർ, ദെൻ കോൺസ്റ്റന്റ് കറന്റ് അനിമോമീറ്റർ. ഓക്കെ, ഹോട്ട് വെയറിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെത്തേഡ് ഉണ്ട്, കോൺസ്റ്റന്റ് കറന്റ് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താണ്? സിംപ്ലി നമ്മൾ എന്ത് ചെയ്യും, ആ വയറിൽ കോൺസ്റ്റന്റ് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും ഓൾവേസ്. ഓക്കെ, വയറിൽ നമ്മളൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ വാരി ചെയ്യും, എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ. ഒരു ഗ്യാസ് വന്നു പാസ് ചെയ്തു, ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന സാധനത്തിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ്ഡ് ആയി. ടെമ്പറേച്ചർ റെഡ്യൂസ്ഡ് ആകുമ്പോൾ നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ടാവും. ആ വാല്യൂലേക്ക് തന്നെ റിട്ടേൺ ചെയ്തുകൊണ്ടിരണം. ആ വാല്യൂലേക്ക് റിട്ടേൺ ചെയ്തുകൊണ്ടിരുന്ന എന്ത് ചെയ്യും, അഗെയിൻ നമ്മൾ കറണ്ട് സപ്ലൈ. ഓക്കെ, കറണ്ട് സപ്ലൈ ചെയ്ത് അഗെയിൻ ആ ബാലൻസ് ചെയ്യും, ഒറിജിനൽ ടെമ്പറേച്ചറിലേക്ക് ബാലൻസ് ചെയ്യും. അപ്പോൾ വീണ്ടും ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്ന ഇത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡിൽ വീണ്ടും ടെമ്പറേച്ചർ റെഡ്യൂസ് ആവും. അപ്പൊ ഈ
റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം കറണ്ട് നമ്മൾ കൊടുക്കുന്ന മെഷർമെന്റ്സ് നമുക്ക് അറിയാൻ പറ്റും. ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ച് അതിനുള്ള ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ ആ സർക്യൂട്ട് എന്ത് ചെയ്യും, എത്രത്തോളം കറണ്ട് നമ്മൾ അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യും, എത്രത്തോളം കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ കേസസിലും. അത് ചിലപ്പം ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി കണ്ടിന്യൂസ്ലി വേരിയബിൾ ആയിരിക്കും. റാപ്പിഡ് ആയിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും, റാപ്പിഡ് റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, റാപ്പിഡ് ആയിട്ട് എന്തെങ്കിലും ഫ്ലോ വെലോസിറ്റി ആയിരിക്കും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. ആ കണ്ടീഷൻസിലൊക്കെയാണ് ഏറ്റവും സ്യൂട്ടബിൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെത്തേഡിൽ. ഓക്കെ, അപ്പൊ എത്രത്തോളം ടെമ്പറേച്ചർ വാരി ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് കറണ്ട് വാരി ചെയ്യും. സോ ഈ വേരിയേഷൻ ഇൻ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, വി ക്യാൻ മെഷർ ദ വേരിയേഷൻ ഇൻ കറണ്ട് ത്രൂ ദ വയർ. ഓക്കെ, ദെൻ ത്രൂ വിച്ച് അതിൽ എന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് ചെയ്യും ഗ്യാസ് വെലോസിറ്റിയിലേക്ക്. അതിലൊരു റിലേഷൻ ബിൽഡ് ചെയ്തിട്ട് കറണ്ട് വാരി ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രിക് സിഗ്നൽസ് വാരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസ് വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി കോൺസ്റ്റന്റ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കറന്റ് മെത്തേഡ്. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, വയറിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോറി, നമ്മൾ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. സോറി, the amount of heating current through the hot wire is kept constant. So heating current maintain ചെയ്യുമ്പോൾ resistance corresponding vary. I value fixed ആക്കി വെച്ചു, resistance vary. So resistance gas velocity മാറുന്നതിനനുസരിച്ച് I value കീപ്പ് ചെയ്തു ഒരേ കറണ്ട് തന്നെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് ടെമ്പറേച്ചർ മാറുന്നു, റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഈ റെസിസ്റ്റൻസ് മാറുന്നത് നമുക്ക് വോൾട്ട് മീറ്റർ വെച്ചിട്ട് ഈ വോൾട്ടേജ് ഉണ്ടാവും. റെസിസ്റ്റൻസ് വാരി I ഫിക്സ് ചെയ്തു, R വാരി ചെയ്യുന്നു. കറസ്പോണ്ടിങ്ങിന് എന്ത് ചെയ്യും, ഓംസ് ലോ വെച്ചിട്ട് വി ഐ ആറില്ല, ആ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും അല്ലെ. റെസിസ്റ്റൻസ് മാറിയും I ഫിക്സ് ചെയ്ത ആൾ എന്ത് ചെയ്യും, വോൾട്ടേജ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ആ വോൾട്ടേജ് വാല്യൂ മാറുമ്പോൾ അതിന്റെ വേരിയേഷൻ നമുക്ക് ഒരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യാം. ഓക്കെ, ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് വോൾട്ടേജ് വേരിയേഷൻ മെഷർ ചെയ്യാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫർദർ ആയിട്ട് ഗ്യാസ് വെലോസിറ്റി മെഷർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കോൺസ്റ്റന്റ് കറന്റ് അനിമോമീറ്റർ. ഇനി ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ ഇതേ പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ടാവും. ഓക്കെ, ദിസ് വിൽ ബി എ ബ്രിഡ്ജ് സർക്യൂട്ട്. ഒരു നമ്മളെ മെയിൻ ആയിട്ടുള്ള എന്തിവിടെ വെക്കും, അനിമോമീറ്ററിന്റെ ഹോട്ട് വയർ. ഒരു വീൽസ്റ്റോൺ ബ്രിഡ്ജ്, നമ്മൾ വീൽസ്റ്റോൺ ബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ട്, ബാലൻസ് ചെയ്ത് കൊണ്ടിരുന്ന വീൽസ്റ്റോൺ ബ്രിഡ്ജ്. അതിനകത്ത് ഒരു വയർ എന്ന് പറയുന്നത് നമ്മളെ ഹോട്ട് വയറിന്റെ പ്രോബ് ആയിരിക്കും. ഹോട്ട് വയർ പ്രോബ്. ബാക്കി രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഇതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ഫിക്സഡ് ആണ്, ഇതിന്റെ റെസിസ്റ്റൻസ് ഫിക്സഡ് ആണ്. ഓക്കെ, കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റെസിസ്റ്റൻസ് ഫിക്സഡ് ആണ്. ഒരു എൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ടാവും, ബാക്കി രണ്ടെണ്ണം ഫിക്സഡ് ആയിട്ട് വരും. ഞാൻ ഒരു വീൽസ്റ്റോൺ ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്താണ് എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെത്തേഡിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ഒരു ടിപ്പിക്കൽ ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ടാവും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെത്തേഡിൽ. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന ബാക്കിയൊക്കെ ജനറൽ ആയിട്ട് പറഞ്ഞ ഐഡിയ തന്നെയാണ്. ഒരു തിൻ ഹോട്ട് വയർ അബൌട്ട് 5 mm ലെങ്ത് എന്ത് ചെയ്യും, രണ്ട് സപ്പോർട്ടിനടക്ക ഫിക്സ് ചെയ്ത് വെക്കും. റൈറ്റ്, ഇതിന്റെ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കുറക്കാൻ വേണ്ടി, അതായത് ഈ വീൽസ്റ്റോൺ ബ്രിഡ്ജിലേക്ക് നമ്മൾ വെക്കുന്ന വയറിന് വീൽസ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ടിലേക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാം കണ്ടക്ഷൻ മെത്തേഡ്. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ L/D റേഷ്യോ, ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ അത്രയും ഹൈ ആയിട്ട്, അതായത് വളരെ തിന്നായിട്ടുള്ള വയറായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, കെപ്റ്റ് ചെയ്യാം. ഇതിന്റെ പ്രോബിന്റെ അകത്തേക്ക് ഹോട്ട് വയർ പ്രോബിലേക്ക് വെക്കുന്ന വയറിന്റെ ലെങ്ത് ഡയമീറ്റർ അത്രയും തിന്നായിരിക്കും, അതായത് ലെങ്ത് ടു വയർ റേഷ്യോ അത്രയും ഹൈ ആയിട്ടുള്ള വാല്യൂല് വെക്കാം. ഓക്കെ, ദെൻ അതിന്റെ ടെർമിനൽസ് എവിടെ കൊടുക്കും, ഒരു വീൽസ്റ്റോൺ ബ്രിഡ്ജിലേക്ക് കൊടുക്കും. വീൽസ്റ്റോൺ ബ്രിഡ്ജിൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്തിനാ നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുക്കും, ഒരു വയർ നമ്മൾ റെസിസ്റ്റൻസ് കീപ്പ് ഓൺ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഹോട്ട് വയർ പ്രോബിന്റെ റെസിസ്റ്റൻസ് കീപ്പ് ഓൺ കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കണം. ആ കറണ്ട് വേരി ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വീൽസ്റ്റോൺ ബ്രിഡ്ജിലെ ഒരു റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടാൻ വേണ്ടി ഒരു റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. വേരിയബിൾ റെസിസ്റ്റൻസ് is employed for adjusting heating in current. So to maintain ആ ടെമ്പറേച്ചർ വയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാക്കി രണ്ടെണ്ണം ബാക്കി വയേഴ്സിന്റെ അടുത്ത് റെസിസ്റ്റൻസ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സോ ഇനീഷ്യലി എന്ത് ചെയ്യും, മെഷർമെന്റ് നടക്കുമ്പോൾ ഗ്യാസ് വെലോസിറ്റി ചേഞ്ച് ആവും. ഗ്യാസ് വെലോസിറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഡൗൺ ആവും. ടെമ്പറേച്ചർ ഡൗൺ ആവും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ചേഞ്ച് ആവും. അതനുസരിച്ച് നമ്മുടെ വേരിയബിൾ റെസിസ്റ്റൻസ് വെച്ചിട്ട് ഇനീഷ്യൽ ബാലൻസ്ഡ് കണ്ടീഷനിൽ വീൽസ്റ്റോൺ ബ്രിഡ്ജിന്റെ ഒരു ബാലൻസ്ഡ് കണ്ടീഷൻ ഉണ്ടാവും.
ആ ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. ആ ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ, ഈ വേരിയബിൾ റെസിസ്റ്റൻസ് വേരിയേറ്റ് ആയിരിക്കും കൊണ്ടുവരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ബ്രിഡ്ജ് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു അമ്മീറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ സർക്യൂട്ടിൽ ഒരു അമ്മീറ്റർ കൺസിഡർ ചെയ്യണം. ഈ അമ്മീറ്ററിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം കറണ്ട് പാസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കറണ്ട് വേരിയബിൾ ചെയ്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ കറണ്ട് മെഷർ ചെയ്തതിന് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ, ഔട്ട്പുട്ട് സിഗ്നൽ വെച്ചിട്ട് നമ്മളൊരു ജനറൽ പാറ്റേൺ ഉണ്ടാവും. ആ ജനറൽ പാറ്റേൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അനിമോമീറ്റർ എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു റാപ്പിഡ് ആയിട്ടുള്ള വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവും. അതായത് റാപ്പിഡ് ആയിട്ടുള്ള റെസ്പോൺസ് വേണ്ടിയിരിക്കും. ഒരു ഫ്രീക്വൻസി ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആയിട്ടുള്ള കേസിലാണ്. അതായത് ടർബുലന്റ് ഫ്ലോ കേസസിൽ ഫ്ലോ വെലോസിറ്റി അത്രയും കണ്ടിന്യൂസ്ലി വേരിയബിൾ ആകുന്ന കേസിൽ, ഒരു അൺസ്റ്റഡി ഫ്ലോ ഒക്കർ ചെയ്യുന്ന കേസ്, ആ ഒരു കേസിലൊക്കെയാണ് എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഇറ്റ് ഈസ് ഹീറ്റഡ് അപ്പ്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ എന്ന് പറയും. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു റേഞ്ച് എന്ന് പറയുന്നത് 950 കാൽവിൻ, ആ റേഞ്ചിലൊരു ഹൈ ടെമ്പറേച്ചറിലൊക്കെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഏറ്റവും കൂടുതൽ യൂസേജ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഹൈലി അൺസ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ ടർബുലന്റ് ഫ്ലോന്റെ കേസിലാണെന്ന് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഏത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അനിമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കോൺസ്റ്റന്റ് കറന്റ് അനിമോമീറ്റർ. അറ്റൻഡൻസ് പറഞ്ഞു. അഭിരാം, അബിൻ, ഓക്കെ, ആദർശ്, അക്ഷയ്, ആൽവിൻ തോമസ്, അമൽ കെ പി, അമൽ കെ സന്തോഷ്, അമല, അനന്തു, അനുരാഗ്, ആശ്രയ്, അശ്വിൻ, ഓക്കെ, ഭഗത്, വിജയൻ, ഫസീദ്ദീൻ, ടൈപ്പ് ചെയ്യുന്നോട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാൻ. ഫസീദ്ദീൻ, ജിജോ, ജിതിൻ, കാർത്തികേയൻ, മൃദുൽ, രാഹുൽ, സൂരജ്, സൗരവ്, ശ്രീരാഗ്, വൈശാഖ്, വൈഷ്ണവ്, സി കെ, വൈഷ്ണവ് പി കെ, വസീം, ഉറങ്ങിപ്പോയ വസീമേ, മെസ്സേജ് അയക്കുന്നു. ദിനിൽ, ജിഷ്ണു, ജിഷ്ണു മോഹൻ, നിഖിൽ, റോഷിത്, വിഷ്ണു, തേജസ്, ആകാശ്, അഭിനവ്, ഗോകുൽ, സച്ചിൻ. ഓക്കെ, അപ്പൊ ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം, ബാക്കി എടുക്കുന്ന പോർഷനൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.